Riyadh Islahi Center's Coordination Committee. Assalamu alaikum wa rahmatullahi wa barakatuh. Innal hamdalillah nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല അല്ലാഹു ഇഷ്ടപ്പെടുന്ന ജീവിതം നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അപാരമായ തൗഫീക്കിനാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിക്കുന്ന 24ാമത്തെ ക്ലാസ്സിലാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു ഈ ഇരുത്തം സ്വാലിഹായ സൽക്കർമ്മമായി നമ്മൾക്ക് സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇസ്രാ മിഅ്റാജ് യാത്രയുമായി ബന്ധപ്പെട്ടിട്ടാണ് നാം തുടങ്ങിയത്. ഇസ്രാ എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ തന്നെ മിഅ്റാജ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ ഇസ്രാ എന്ന് പറയുന്ന ആ ഒരു യാത്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറമിൽ നിന്ന് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നടത്തിയ യാത്ര. ആ യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട കാഴ്ചകൾ എന്താണ്? ഖസീബുൽ അഹ്മർ എന്ന് പറയുന്ന മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിലാണ് പോകുന്നത്. എന്താണ് ആ ബുറാഖ് എന്ന് പറയുന്ന വാഹനം? അതിന്റെ പ്രത്യേകതകൾ എന്താണ്? പിന്നീട് അവര് ബൈത്തുൽ മുഖദ്ദസിലെത്തി അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നതും ബാക്കിയുള്ള പ്രവാചകന്മാർക്ക് ഇമാമായി പ്രവാചകൻ നമസ്കരിക്കുന്നതും, അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രണ്ട് പാത്രത്തിൽ, ഒരു പാത്രത്തിൽ പാലും രണ്ടാമത്തെ പാത്രത്തിൽ കണ്ണും കൊണ്ടുവന്നു കൊടുത്തു. പ്രവാചകൻ പാല് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കഴിഞ്ഞ ക്ലാസ് വരെ വിശദീകരിച്ചത്.
ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇന്ന് അതിന്റെ ബാക്കിയായിട്ടുള്ള മിഅ്റാജ് യാത്ര, ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് പിന്നീട് ഏഴാം ആകാശത്തിന്റെ മുകളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കയറി പോയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാര്യങ്ങൾ പറയാനും പറയുന്ന കാര്യങ്ങളുടെ ഗുണപാഠങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നമുക്ക് ഇന്ന് ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാനുള്ളത് മിഅ്റാജ് എന്ന് പറയുന്ന ഭാഗമാണ്. എന്താണ് മിഅ്റാജ് എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു. റിഹ്ലതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മസ്ജിദിൽ അഖ്സാ ഫി ശാം ഇലാ സിദ്റത്തിൽ മുൻതഹ ഫൗക സമാവാതി സബ്അ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രയാണ്. പ്രവാചകൻ ഷാമിലെ ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് ഏഴാം ആകാശത്തിന്റെ മുകളിലുള്ള സിദ്റത്തുൽ മുൻതഹയിലേക്ക് യാത്ര ചെയ്തതുമായി ബന്ധപ്പെട്ട യാത്രക്കാണ് മിഅ്റാജ് യാത്ര എന്ന് പറയാറുള്ളത്. ഈ യാത്രയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. സൂറത്ത് നജ്മിന്റെ 13 മുതൽ 18 വരെയുള്ള ആയത്തുകളിൽ വലഖദ് റആഹു നസ്ലതൻ ഉഖറ ഇൻദ സിദ്റത്തിൽ മുൻതഹ എന്ന് തുടങ്ങുന്ന ഈ സൂറത്തിൽ ഈ 13 മുതൽ സൂറത്ത് നജ്മിലെ 13 മുതൽ 18 വരെയുള്ള ആയത്തുകളിൽ ഈ സംഭവം വിശദീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം സൂചിപ്പിച്ചതാണ്. എന്തായാലും മിഅ്റാജ് യാത്ര ആരംഭിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈത്തുൽ മഖ്ദിസിൽ, ഫലസ്തീനിലെ ബൈത്തുൽ മഖ്ദിസിൽ നിൽക്കുമ്പോൾ അവിടെ നിന്നാണ് ആ യാത്ര ആരംഭിക്കുന്നത്. ഏത് ഭാഗത്ത് നിന്നാണ് പ്രവാചകൻ ആകാശത്തേക്ക് ഉയരുന്നത്? നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. ഖുബ്ബത്തു സുഹറ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന്റെ തൊട്ട് അരികിൽ ഒരു പാറയുണ്ടായിരുന്നു, ആ പാറന്റെ പുറത്ത് നിന്നാണ് ഏഴാം ആകാശത്തിന്റെ ഉപരിയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറി പോകുന്നത്. ഇന്ന് കാണുന്ന രൂപമല്ല അന്ന് ഉണ്ടായിരുന്നു. അന്ന് വെറും ഒരു പാറ മാത്രമായിരുന്നു. ആ പാറന്റെ പുറത്ത് കയറി അതിന്റെ മുകളിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്റത്തുൽ മുൻതഹയുടെ ഭാഗത്തേക്ക് പോകുന്നത്. അത് പിന്നീട് ഒരു കുബ്ബ രൂപത്തിലേക്ക് ആക്കുന്നത്, ഇതേ രൂപം എന്നുള്ളതല്ല, ഒരു കുബ്ബ രൂപത്തിലേക്ക് ആക്കുന്നത് വലീദ് ബിൻ അബ്ദുൽ മലിക് എന്ന് പറയുന്ന ഭരണാധികാരിയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പല ആളുകളും ബൈത്തുൽ മഖ്ദിസ് എന്ന് പറയുമ്പോൾ നമ്മൾ നെറ്റിലൊക്കെ അടിച്ചു നോക്കുകയാണെങ്കിൽ ആദ്യം വരുന്ന ചിത്രം ഏതാണ്? ഈ ചിത്രമാണ്. ഇത് ശരിക്കും ബൈത്തുൽ മഖ്ദിസ് അല്ല, അവിടെ പള്ളിയല്ല, പള്ളിന്റെ ഭാഗമാണ്. പള്ളിന്റെ ഏകദേശം ബൈത്തുൽ മഖ്ദിസിന്റെ ഭാഗത്ത് നിന്ന് കിഴക്കൻ ഭാഗത്താണ് ഈ മന്ദിരം ഉള്ളത്, ഖുബ്ബത്തു സുഹറ എന്ന് പറയുന്ന ഭാഗമുള്ളത്. ഇതായിട്ടാണ് പലപ്പോഴും പള്ളിയായിട്ട് പലപ്പോഴും പല ആളുകളും ചിത്രീകരിക്കാറുണ്ട്. ഇതിന്റെ കാരണമായിട്ട് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത്, ഇന്ന് ഫലസ്തീനിലും ഗസയിലൊക്കെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ബൈത്തുൽ മഖ്ദിസിൽ നിസ്കരിക്കാൻ വരുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ പലപ്പോഴും വാർത്തകളാകുമ്പോൾ ഇസ്രായേലിയായ ആളുകൾ അവര് ഫലസ്തീനിൽ അല്ലെങ്കിൽ ബൈത്തുൽ മഖ്ദിസിന്റെ ചിത്രമായിട്ട് കാണിച്ചു കൊടുക്കാറുള്ളത് ഖുബ്ബത്തു സുഹറയാണ്. ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ കലാപങ്ങളൊന്നുമില്ല, ഇവിടെ ആർക്കും വന്ന് നിസ്കരിക്കാം, ഇവിടെ ആർക്കും വന്ന് ആരാധന കർമ്മങ്ങൾ ചെയ്യാം. അപ്പൊ ഈ പറഞ്ഞു നടക്കുന്ന പ്രചാരണങ്ങളൊക്കെ അതൊക്കെ കള്ളമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അവരുടെ ഒരു തന്ത്രം കൂടിയാണ് ഇത് എന്നുള്ളതും കൂടി നമ്മൾ ഇതിനോട് ചേർത്തി മനസ്സിലാക്കുക. എന്തായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖുബ്ബത്തു സുഹറ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ ബൈത്തുൽ മഖ്ദിസ് ഏതാണ്? ഈ കാണുന്ന ചിത്രമാണ് ബൈത്തുൽ മഖ്ദിസ്. സ്ക്രീനിൽ കാണുന്ന ഈ ചിത്രമാണ് യഥാർത്ഥ ബൈത്തുൽ മഖ്ദിസ് എന്ന് പറയുന്ന പള്ളി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നാം ആകാശത്തേക്ക് എത്തിയ സമയത്ത് നമുക്ക് ഗ്രന്ഥങ്ങളിൽ മഹാനായ ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, ഫഹുമിൽതു അലൈഹി വൻതലക ബി ജിബ്രീൽ ഹത്താ അത്തസമാ അദ്ദുനിയാ ഫസ്തഫ്തഹ ഫഖീല മൻ ഹാദാ. ഒന്നാം ആകാശത്തേക്ക് എത്തിയ സമയത്ത് അവിടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒന്നാം ആകാശത്തെത്തിയപ്പോൾ ചോദിക്കപ്പെട്ടു, ആരാണ്? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതിന് മറുപടി കൊടുത്തു, ഞാൻ ജിബ്രീലാണ്. രണ്ടാമത് വീണ്ടും ഒന്നാം ആകാശത്തെ മലക്ക് ചോദിക്കുന്നുണ്ട്, വമൻ മഅക്, നിങ്ങളുടെ കൂടെ ആരാണ്? ജിബ്രീൽ അതിന് മറുപടി കൊടുക്കാണ്, മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട,
മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹിയുടെ റിയാദു സ്വാലിഹീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട മര്യാദകൾ, ആദാബുകൾ പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ഈ ഹദീസ് കൊണ്ടുവരുന്നത് എന്തിനാണെന്നറിയോ? ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് വാതിൽ മുട്ടുമ്പോൾ വീടിന്റെ ഉള്ളിൽ നിന്ന് ആരാന്ന് ചോദിക്കുമ്പോൾ ഞാനാണ്, അന എന്ന് പറയുന്നത്. ഒരാൾ വീട് വാതിലടച്ച സമയത്ത് വാതിൽ മുട്ടി, വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് വാതിലിന്റെ ഉള്ളിൽ നിന്ന് ഒരാൾ ചോദിക്കാണ് ആരാണ് ചോദിക്കുമ്പോൾ ഞാനാണ് എന്നല്ല മറുപടി പറയേണ്ടത്. അവിടെ എന്ത് പറയണം? പേര് പറയണം. അപ്പൊ ജിബ്രീലിനോട് ചോദിക്കാണ് ആരാണ് ചോദിച്ചപ്പോ ജിബ്രീൽ മറുപടി കൊടുത്തു ജിബ്രീലാണ്. വമൻ മഅക്, നിങ്ങളുടെ കൂടെ ആരാണ്? അതിന് മറുപടി കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളത്. അങ്ങനെ ഒന്നാം ആകാശത്തേക്ക് അവരെത്തി. ഒന്നാം ആകാശത്ത് മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടു. ഒന്നാം ആകാശത്ത് കാണുന്ന പ്രവാചകൻ ആരാണ്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ ജിബ്രീൽ പറയാണ് ഹാദാ അബൂക, റസൂലുള്ളാഹിനോട് പറയാണ് ഇത് നിങ്ങളുടെ പിതാവാണ്. ഹാദാ അബൂക ആദം ഫസല്ലിം അലൈഹി ഫസല്ലംതു അലൈഹി വറദ്ദ സലാമ തുമ്മ ഖാല. ഈ ആദം നബിയോട് സലാം പറയാൻ പറഞ്ഞു റസൂലുള്ളാഹിനോട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞു. ആദം നബി സലാം മടക്കി. സലാം മടക്കിയ സമയത്ത് ആദം നബി പറഞ്ഞൊരു വാക്കാണ് മർഹബൻ ബി ഇബ്നി സ്വാലിഹ് വൻ നബി സ്വാലിഹ്. സ്വാലിഹായ എൻ്റെ മകനെ, സ്വാലിഹായ നബിയെ താങ്കൾക്ക് സ്വാഗതം എന്ന് ആര് പറഞ്ഞു? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമുണ്ട്. എൻ്റെ മകനായ സ്വാലിഹായ മകനെ, സ്വാലിഹായ നബിയെ നിങ്ങൾക്ക് സ്വാഗതം. അവിടെ ആ വാക്ക് ശ്രദ്ധിക്കണേ. ഇനി ഓരോ ആകാശത്തെത്തുമ്പോഴും ഓരോ പ്രവാചകന്മാരെ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കാം. അങ്ങനെ വീണ്ടും യാത്ര തുടർന്നു. രണ്ടാം ആകാശത്തേക്ക് എത്തി. രണ്ടാം ആകാശത്ത് വെച്ച് അവർ കണ്ടത് ഈസാ നബിയെയും യഹ്യാ നബിയെയുമാണ്. ഈ രണ്ട് പ്രവാചകന്മാരെയാണ് രണ്ടാം ആകാശത്ത് കണ്ടത്. ഒന്നാം ആകാശത്ത് കണ്ടത് ആരെയാണ്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. രണ്ടാം ആകാശത്ത് ഈസാ നബിയെയും അതേപോലെ തന്നെ യഹ്യാ നബിയെയും കണ്ടു. ഇവിടെ നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട ഒരു വിഷയം, ഈ രണ്ട് പ്രവാചകന്മാരിൽ ഒരാൾ മരണപ്പെട്ടിട്ടില്ല. ആരാണ്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തിട്ടില്ല? മരണപ്പെട്ടിട്ടില്ല. അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തിയിരിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ മിഅ്റാജ് യാത്രയിൽ ആരെ കണ്ടിട്ടുണ്ട്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടു. ഈസാ നബിയുടെ രൂപമൊക്കെ പറയുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് റജുലുൻ മർബൂഹുൻ ഇലൽ ഹംറതി വൽ ബയാദി ബൈനൽ മുമസ്സിറതൈനി കഅന്ന റഅസഹു യഖ്തുറു. ഒത്ത ഉയരമുള്ള ആളാണ് ഈസാ നബിയുടെ രൂപമാണ്. ഈസാ നബിയെ കുറിച്ച് റസൂലുള്ളാഹി പറയാണ് ഒത്ത ഉയരമുള്ള ആളാണ്. വെള്ളയും ചുവപ്പും ചേർന്ന ഒരു കളറാണ് ഈസാ നബിക്കുള്ളത്. നീണ്ട മുടിയാണ്. അതേപോലെ തന്നെ ഈസാ നബിന്റെ പ്രത്യേകതയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് തലയിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇങ്ങനെ വീഴുന്നത് പോലെ ആയിരിക്കും അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ. അപ്പോൾ ഒരാള് ബാത്റൂമിൽ പോയി കുളിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് വെള്ളത്തുള്ളികൾ എങ്ങനെയാണ് ഉതിർന്ന് വീഴുന്നത് അതുപോലെ ആയിരിക്കും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഖം എന്ന് പറഞ്ഞാൽ. പ്രവാചകന്റെ മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും റഅയ്തു ഈസാ വ മൂസ വ ഇബ്രാഹിം. ഞാൻ ഈസാ നബിയെയും മൂസാ നബിയെയും ഇബ്രാഹിം നബിയെയും കണ്ടിട്ടുണ്ട്. ഫഅമ്മാ ഈസാ നബിയുടെ പ്രത്യേകത എന്താണ്? ഫഅഹ്മറു ജഅദുൻ അരീദു സദർ. അഥവാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രത്യേകത ചുവന്ന നിറമാണ്. ചുരുണ്ട മുടിയാണ്, വിരിഞ്ഞ നെഞ്ചാണ്. അദ്ദേഹത്തിന്റെ ചെവിക്കുറ്റി വരെ നീണ്ടു കിടക്കുന്ന മുടിയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉള്ളത് എന്നുള്ളത് കാണാൻ കഴിയും. അപ്പൊ ഒന്നാം ആകാശത്ത് വെച്ച് ആരെ കണ്ടു? ആദം നബിനെ. രണ്ടാം ആകാശത്തേക്ക് ചെല്ലുമ്പോഴും രണ്ടാം ആകാശത്തിന്റെ കാവൽക്കാരനായ മലക്ക് ചോദിക്കുന്നുണ്ട് ആരാണ്? മറുപടി പറഞ്ഞു ജിബ്രീലാണ്. വമൻ മഅക്, നിങ്ങളുടെ കൂടെ ആരാണ്? മുഹമ്മദ് നബിയാണ്. രണ്ടാം ആകാശത്ത് വെച്ച് യഹ്യാ നബിയെയും ഈസാ നബിയെയും കണ്ടുമുട്ടി. മൂന്നാം ആകാശത്ത് വെച്ച് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടുമുട്ടി. ഈ ഓരോ പ്രവാചകന്മാരുടെ പേരുകൾ ഓർത്തു വെക്കണേ. ഓരോ ആകാശത്ത് കാണുന്ന പ്രവാചകന്മാരെ. മൂന്നാം ആകാശത്ത് വെച്ച് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടുമുട്ടി. ഈ യാത്ര സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് സ്വഹാബികൾക്ക് ഈ യാത്രയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ യാത്രയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ യൂസുഫ് നബിന്റെ സൗന്ദര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്.
യൂസുഫ് നബിന്റെ സൗന്ദര്യത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ഹുവ ഖദ്ഉതി അശതുൽ ഹുസ്ൻ, അഥവാ സൗന്ദര്യത്തിന്റെ, ലോകത്തുള്ള മുഴുവൻ സൗന്ദര്യത്തിന്റെ പകുതി ആർക്ക് നൽകപ്പെട്ടിട്ടുണ്ട്? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഇത് പിന്നീട് പ്രവാചകൻ പറയുന്നുണ്ട്. പക്ഷേ പ്രവാചകൻ യൂസുഫ് നബിനെ കണ്ടത് ഏത് സമയത്താണ്? ഈ ഇസ്രാ മിഅ്റാജ് യാത്രയിൽ മൂന്നാം ആകാശത്ത് വെച്ച് യൂസുഫ് നബിനെ കണ്ടു. അത് പിന്നീട് സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കണം, അങ്ങനെ ഞാൻ മൂന്നാം ആകാശത്ത് വെച്ച് യൂസുഫ് നബിനെ കണ്ടപ്പോ ലോകത്തുള്ള മുഴുവൻ സൗന്ദര്യത്തിന്റെ പകുതി ആർക്കുണ്ട്? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് സൗന്ദര്യത്തിന്റെ പകുതി എന്ന് പറഞ്ഞാല്? രണ്ട് രൂപത്തിലാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത്. മഹാനായ ഇബ്നു ഖുതൈബ റഹ്മത്തുള്ളാഹിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞു, ലോകത്തുള്ള സൗന്ദര്യം അത് പകുതി യൂസുഫ് നബിക്കാണ് ലഭിച്ചിട്ടുള്ളത്, ബാക്കി പകുതിയാണ് ബാക്കിയുള്ള ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികൾക്കും ലഭിച്ചത്. നമുക്ക് എല്ലാ ആളുകൾക്കും ലഭിച്ചത് ആ പകുതിയിൽ നിന്നാണ്. അതിന്റെ നേർ പകുതി ആർക്ക് ലഭിച്ചിട്ടുണ്ട്? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഇബ്നു ഖുതൈബ റഹ്മത്തുള്ളാഹിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞു. എന്നാൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയെ പോലെയുള്ള ആളുകൾ അൽ ബിദായ വൻ നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 1-ാം വോള്യം 228-ാമത്തെ പേജിൽ പറഞ്ഞു, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കാണ് ഏറ്റവും ഭംഗി. ആദം നബിന്റെ പകുതി ഭംഗിയാണ് ആർക്ക് ലഭിച്ചിട്ടുള്ളത്? യൂസുഫ് നബിക്ക് ലഭിച്ചത്. അദ്ദേഹം അതിന് തെളിവ് പറഞ്ഞത്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് ആദ്യം സൃഷ്ടിക്കുന്നത്. ആദ്യം റൂഹ് ഊതപ്പെടുന്നതും ആരിലാണ്? ആദം നബിയിലാണ്. അപ്പൊ ഏറ്റവും ഭംഗി ആരാണ്? ആദം നബിയാണ്. അതിന്റെ പകുതിയാണ് ആർക്ക് ലഭിച്ചത്? യൂസുഫ് നബിക്ക്. എന്തായാലും ഇങ്ങനെ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഈ ഒരു വിഷയം പഠിക്കുന്ന വിദ്യാർത്ഥി എന്ന നിലക്ക് സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്തായാലും മൂന്നാം ആകാശത്ത് വെച്ച് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടുമുട്ടി. 4-ാം ആകാശത്ത് വെച്ച് ആരെ കണ്ടു? ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടു. ഇവിടെ ഓരോ ആകാശത്തേക്ക് ചെല്ലുമ്പോഴും ചോദിക്കുന്നുണ്ട്, ആരാണ് നിങ്ങളുടെ കൂടെ? അതിനൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട്. പിന്നീട് 4-ാം ആകാശത്ത് വെച്ച് ഇദ്രീസ് നബിയെ കണ്ടു. ഈ കാണുന്ന സമയത്തൊക്കെ പ്രവാചകന്മാര് അവരോട് സലാം പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, സലാം പറഞ്ഞു. എന്നിട്ട് പറയും, മർഹബൻ ലി അഖി സ്വാലിഹ്. ഇവരൊക്കെ പറഞ്ഞത് എന്താ? അഹും എന്നാല് ഞങ്ങളുടെ സ്വാലിഹായ സഹോദര, താങ്കൾക്ക് സ്വാഗതം. അതേപോലെ തന്നെ പിന്നെ സ്വാലിഹായ നബിയെ, താങ്കൾക്ക് സ്വാഗതം. ഉത്കൃഷ്ടനായ നബിയെ, ഉത്കൃഷ്ടനായ സഹോദര, നിങ്ങൾക്ക് സ്വാഗതം എന്നാണ് എല്ലാ ആളുകളും പറഞ്ഞത്. ആദം നബി പറഞ്ഞത് എന്താ? സ്വാലിഹായ മകനെ എന്നുള്ളതാണ്. ബാക്കിയുള്ള ആളുകളൊക്കെ പറഞ്ഞത് സ്വാലിഹായ സഹോദരനെ, താങ്കൾക്ക് സ്വാഗതം എന്നുള്ളതാണ്. 4-ാം ആകാശത്ത് വെച്ച് ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടു. 5-ാം ആകാശത്ത് വെച്ച് ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടു. അത് ഓരോന്ന് വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ഈ ഓരോ ആകാശത്ത് ഓരോ പ്രവാചകന്മാരുണ്ടാകാനതിന്റെ പിന്നിലുള്ള യുക്തി എന്താണ്? അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ വിശദീകരിക്കാം. പിന്നീട് 6-ാം ആകാശത്ത് വെച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടു. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട പ്രവാചകന്റെ പേര് ആരുടേതാണ്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെതാണ്. മൂസാ നബിയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, ഉരിള അലൈഹിൽ അംബിയ, പ്രവാചകന്മാരെ എനിക്ക് കാണിക്കപ്പെട്ടു. ആ സമയത്ത് ഫൈസ മൂസ ളർബും മിന റിജാലി കഅന്നഹു മിൻ റിജാൽ ശനൂഅ, ശനൂഅ ഗോത്രത്തിലുള്ള, ശനൂഅ എന്ന് പറഞ്ഞാല് യമൻ ഭാഗത്തുള്ള ഒരു ഗോത്രമാണ് ശനൂഅ ഗോത്രം. ആ ശനൂഅ ഗോത്രത്തിലുള്ള ഒരു യുവാവിനെ പോലെയാണ് എനിക്ക് തോന്നിയത്. അഥവാ സ്വഹാബികൾക്ക് ശനൂഅ ഗോത്രം എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയപ്പെട്ടൊരു വിഷയമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞത്. അതേപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചുരുണ്ട മുടിയുള്ള ആളാണ് എന്ന് ആരും പറഞ്ഞിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടി, 1-ാം ആകാശത്ത് വെച്ച് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, 2-ാം ആകാശത്ത് വെച്ച് ഈസാ നബിയെയും യഹിയ നബിയെയും, 3-ാം ആകാശത്ത് വെച്ച് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, 4-ാം ആകാശത്ത് വെച്ച് ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, 5-ാം ആകാശത്ത് വെച്ച് ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, 6-ാം ആകാശത്ത് വെച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, 7-ാം ആകാശത്ത് വെച്ച് മഹാനായ ഖലീലുള്ളാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു വിഷയം കൂടി സൂചിപ്പിക്കട്ടെ. മൂസാ നബി എത്രാമത്തെ ആകാശത്തെ കാണുന്നത്? 6-ാമത്തെ ആകാശത്ത്. 6-ാമത്തെ ആകാശത്ത് നിന്ന് ജിബ്രീലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും 7-ാം ആകാശത്തേക്ക് പുറപ്പെടുന്നതിന് മുമ്പായിക്കൊണ്ട്
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കരഞ്ഞു എന്നുള്ളതാണ്. ഫലമ്മാ തജാവസ്തു ബകാ ഖീല ലഹു മാ യുബ്ഖീക. മൂസാ നബിയോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ കരയുന്നത്? മൂസാ നബി കരഞ്ഞു എന്നുള്ളതാണ്. ഇവർ പോകുന്ന സമയത്ത് കരയാണ്. എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അപ്പൊ അതിന് മൂസാ നബി കൊടുത്ത മറുപടി, അബ്ഖി, ഞാൻ കരയുന്നത് എന്തിനാ? ലിഅന്ന ഗുലാമൻ മാ ബുഇസ ബഅദി യദ്ഖുലുൽ ജന്ന മിൻ ഉമ്മത്തിഹി അക്സറു മിമ്മൻ യദ്ഖുലുഹാ മിൻ ഉമ്മത്തി. അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് ശേഷം ഒരു ഗുലാമിനെ, എന്താ ഗുലാം എന്ന് പറഞ്ഞാല് ഒരു കുട്ടിയെ, ഒരു യുവാവിനെ പ്രവാചകനായി നിയോഗിച്ചു. എന്റെ സമുദായത്തിലെ ആളുകളെക്കാൾ അദ്ദേഹത്തിന്റെ സമുദായത്തിലെ ആളുകളാണ് കൂടുതലായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. അതാണ് എന്നെ കരയിപ്പിച്ചത് എന്നാര് പറയാണ്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി, അദ്ദേഹത്തിന്റെ ലോകം അറിയപ്പെട്ട ഗ്രന്ഥമാണ് കിതാബു തൗഹീദ്. അതിൽ 2ാമത്തെ ബാബിൽ അദ്ദേഹം കൊണ്ടുവരുന്ന ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എനിക്ക് സമൂഹങ്ങളെ കാണിക്കപ്പെട്ടു. ആ ഓരോ സമൂഹങ്ങളും നാളെ പരലോകത്ത് വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ചില പ്രവാചകന്മാരുടെ കൂടെ 1-2 ആളുകളുള്ളൂ. ചില പ്രവാചകന്മാരുടെ കൂടെ ഒരാളുമില്ല, വിശ്വാസിയായിട്ട് ഒരാളുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള സമയത്താണ് വലിയൊരു ജനാവലിയെ ഞാൻ കണ്ടു. നല്ല കറുത്ത തലകളുള്ള വലിയൊരു ജനക്കൂട്ടം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിന്റെ ഉമ്മത്തല്ലേ? അതാ ഉമ്മത്തി എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നുണ്ട്. അപ്പോ അവിടുന്ന് പറയപ്പെട്ടു, അല്ല, ഇത് താങ്കളുടെ ഉമ്മത്തല്ല, ഇത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹമാണ്. പിന്നീട് ചക്രവാളം നിറയെ ഒരു സമൂഹത്തെ കാണിക്കപ്പെട്ടു. മൂസാ നബിയേക്കാൾ കൂടുതൽ വലിയൊരു ജനാവലി, വലിയൊരു സമൂഹം, വിശ്വാസികളായ ഒരു സമൂഹം. അത് കാണിക്കപ്പെട്ടിട്ട് പറഞ്ഞു, നബിയെ, ഇതാണ് താങ്കളുടെ ഉമ്മത്ത് എന്നുള്ളത്. അപ്പോ ഇവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തിനാ കരയുന്നത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തിലെ ആളുകളെക്കാൾ കൂടുതലായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ആരുടെ സമൂഹത്തിലെ ആളുകളാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിലെ ആളുകളാണ്. 6ാം ആകാശത്ത് നിന്ന് വീണ്ടും യാത്ര തുടർന്നു 7ാം ആകാശത്തേക്ക് എത്തി. 7ാം ആകാശത്ത് വെച്ചപ്പോ അവിടെ ആരെ കണ്ടു? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സലാം പറഞ്ഞു. ഇബ്രാഹിം നബി എന്ത് ചെയ്തു? സലാം അടക്കി. എന്നിട്ട് ഇബ്രാഹിം നബി പറഞ്ഞൊരു വാക്കുണ്ട്, മർഹബൻ, സ്വാഗതം, ലീ ബിനി സ്വാലിഹ് വൻ നബി സ്വാലിഹ്. എന്താ പറഞ്ഞത്? സ്വാലിഹായ മകനെ സ്വാഗതം, സ്വാലിഹായ നബിയെ താങ്കൾക്ക് സ്വാഗതം. ഇവിടെ മകൻ എന്ന് പറഞ്ഞത് ആരാണ്? 1 ആദം നബിയും 2 ഇബ്രാഹിം നബിയും. ബാക്കിയുള്ള പ്രവാചകന്മാരൊക്കെ പറഞ്ഞത് എന്താ? സഹോദരൻ എന്നുള്ളതാണ്. ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ച ഒരു കാര്യമാണ്. റസൂലുള്ളാഹി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ്? അബുൽ ബശർ അല്ലേ? പിന്നെ മനുഷ്യരുടെ പിതാവാണ്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമോ ആദർശ പിതാവാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി എന്ത് ചെയ്തത്? അവിടെ ഈ ബിനുൻ, മകനെ എന്നുള്ള രൂപത്തിൽ വിളിക്കണം എന്നുള്ള കാരണമായിട്ട് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. എന്തായാലും 7ാം ആകാശത്ത് വെച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടു. ഇബ്രാഹിം നബി എന്താ ചെയ്തിരുന്ന സമയത്ത്? ഇബ്രാഹിം മുസ്ലിദൻ വദറഹു ഇലാ ബൈത്തുൽ മഅ്മൂർ, ബൈത്തുൽ മഅ്മൂറിലേക്ക് പുറങ്ങനെ ചാരിയിരിക്കുന്ന രൂപത്തിലാണ് ആരെ കാണുന്നത്? ഇബ്രാഹിം നബിയെ കാണുന്നത്. ബൈത്തുൽ മഅ്മൂറിന്റെ ഭാഗത്തേക്ക് പുറങ്ങനെ ചാരിയിരിക്കുന്ന രൂപം. അപ്പൊ സ്വാഭാവികമാണ്, സംശയം ഉണ്ടാകും, എന്താണ് അൽ ബൈത്തുൽ മഅ്മൂർ എന്ന് പറഞ്ഞാൽ? ബൈത്തുൽ മഅ്മൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൂറിന്റെ ആദ്യത്തെ 4 ആയത്തുകൾ, വത്തൂർ വകിതാബിൻ മസ്തൂർ ഫീ റക്കിൻ മൻശൂർ വൽ ബൈത്തുൽ മഅ്മൂർ. ബൈത്തുൽ മഅ്മൂർ എന്ന് പറഞ്ഞാൽ അധിവാസമുള്ള മന്ദിരം എന്നുള്ളതാണ്, ജനവാസമുള്ള മന്ദിരം, ജനനിബിഡം എന്നുള്ളതൊക്കെയാണ് അതിന്റെ അർത്ഥമായിട്ട് കാണാൻ കഴിയുന്നത്. അഥവാ വാനലോകത്ത് മലക്കുകൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട കഅബാലയമാണ് ബൈത്തുൽ മഅ്മൂർ. വാനലോകത്ത് മലക്കുകൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട കഅബാലയമാണ് അൽ ബൈത്തുൽ മഅ്മൂർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇദാ ഹുവ യദ്ഖുലുഹു കുല്ല യൗമിൻ 70000 മലക്കിൻ ലാ യഊദൂന ഇലൈഹി. എല്ലാ ദിവസവും ആ ബൈത്തുൽ മഅ്മൂറിലേക്ക് 70000 മലക്കുകൾ കയറി പോകും. പിന്നീട് അന്ന് പോയി തിരിച്ചു വന്ന ആളുകൾ പിന്നെന്ത് ചെയ്യില്ല? ആ ബൈത്തുൽ മഅ്മൂറിലേക്ക് പോകൂല. അപ്പൊ നമുക്ക് ഇന്ന് ഹജ്ജും ഉംറയും ചെയ്യാനുള്ള കേന്ദ്രം ഏതാ? കഅബയാണെങ്കിൽ മലക്കുകൾക്ക് അവർക്ക് ആരാധന കർമ്മം ചെയ്യാനും തവാഫ് ചെയ്യാനുള്ള ഇടം ബൈത്തുൽ മഅ്മൂറാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പോലെയുള്ള ആളുകൾ പറഞ്ഞു, ഇന്നുള്ള കഅബാലയത്തിന്റെ നേരെ മുകളിലാണ് മുകളിലാണ് എന്തുള്ളത്?
ബൈത്തുൽ മഅമൂർ ഉള്ളത് എന്ന രൂപത്തിലൊക്കെ ചില പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും 70,000 മലക്കുകൾ ഒരു ദിവസം അവിടെ വന്ന് ആരാധന കർമ്മം ചെയ്ത് തിരിച്ചു പോയാൽ പിന്നെ ഖിയാമത്ത് നാൾ വരെ അവർ തിരിച്ചു വരില്ല. അപ്പൊ ആലോചിച്ച് നോക്കിയാൽ ബൈത്തുൽ മഅമൂർ സൃഷ്ടിച്ച കാലം മുതൽ ഓരോ ദിവസവും 70,000 മലക്ക് വന്ന് ആരാധന കർമ്മം ചെയ്ത് തിരിച്ചു പോയാൽ എത്ര മലക്കുകൾ ലോകത്തുണ്ടാകും? പണ്ഡിതന്മാർ അതിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ആകാശത്ത് 4 വിരൽ വെക്കാനുള്ള സ്ഥലമില്ല എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ആകാശത്ത് 4 വിരൽ വെക്കാനുള്ള ഇടമില്ല. ഒന്നല്ലെങ്കിൽ അവിടെ ഒരു മലക്ക് സുജൂദ് ചെയ്യലുണ്ടാകും, അല്ലെങ്കിൽ ഒരു മലക്ക് അവിടെ റുക്കൂ ചെയ്യുന്നുണ്ടാകും. ഒരു 4 വിരൽ വെക്കാൻ എത്ര സ്ഥലം വേണം? അത്ര ഇടം പോലും ആകാശത്തില്ല. ഒന്നല്ലെങ്കിൽ അവിടെ ഒരു മലക്ക് സുജൂദ് ചെയ്യുന്നുണ്ടാകും, അതല്ലെങ്കിൽ ഒരു മലക്ക് അവിടെ റുക്കൂ ചെയ്യുന്നുണ്ടാകും എന്നാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത്. അല്ലെ, അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിന് മാത്രമേ അള്ളാഹുവിന്റെ സൈന്യത്തെ കുറിച്ച് അറിയുള്ളൂ. ഇപ്പൊ മലക്കളുടെ എണ്ണം അത് എത്രയെന്നുള്ളത് അള്ളാഹുവാരെ നമുക്കറിയില്ല. അപ്പൊ ഓരോ ദിവസവും 70,000 മലക്കുകൾ കയറി പോകുന്നു പറയുമ്പോൾ ആ മലക്കുകളുടെ എണ്ണത്തിന്റെ വലുപ്പം ഒന്ന് നാം ആലോചിച്ചു നോക്കാം. ഇനി അപ്പൊ ഓരോ പ്രവാചകന്മാരും ഓരോ ആകാശത്ത് കണ്ടു. ഇവിടെ അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ 7ാം ആകാശത്ത് കാണുന്ന സമയത്ത് വഅന അശ്ബഹു വലദി ഇബ്രാഹിമ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹി, അദ്ദേഹത്തിന്റെ സന്തതികളിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹവുമായിട്ട് രൂപസാദൃശ്യമുള്ളത് എനിക്കാണ്. ആരാ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോ മൂസാ നബിയെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ശനു ആ ഗോത്രത്തിലുള്ള ഒരാളെ പോലെ. ഈസാ നബിയെ കുറിച്ച് പറഞ്ഞപ്പോൾ സ്വഹാബികളുടെ കൂട്ടത്തിലുള്ള ഒരാളെ പോലെ എന്ന് പറഞ്ഞു. എന്നാൽ ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? എന്നെ പോലെ എന്നുള്ളതാണ്. ഇബ്രാഹിം നബിയുമായിട്ട് ഏറ്റവും കൂടുതൽ രൂപസാദൃശ്യമുള്ളത് എനിക്കാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഈ ഇസ്രാ മിഅ്റാജ് യാത്രയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞ ഒരു വാക്കും ഹദീസിൽ കാണാൻ കഴിയും. അഖിരി ഉമ്മതക മിന്നി അസ്സലാം. നബിയെ, നിങ്ങൾ നിങ്ങളുടെ ഉമ്മത്തിനോട് എന്റെ സലാം പറയണം. നിങ്ങൾ നിങ്ങളുടെ ഉമ്മത്തിനോട്, സമൂഹത്തോട് എന്റെ സലാം പറയണം. വഅഖ്ബിറുഹും, അവരെ നിങ്ങൾ അറിയിക്കണം. സ്വർഗത്തിലെ മണ്ണ് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ശുദ്ധമായ മണ്ണ് എന്നുള്ളതാണ്. അവിടെ നട്ടുപിടിപ്പിക്കാനുള്ള സസ്യങ്ങൾ, അവിടെ നട്ടുപിടിപ്പിക്കാനുള്ള ചെടി എന്ന് പറഞ്ഞാൽ ഏതാ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. സ്വർഗത്തിലെ ചെടിയായിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളാണ്. അപ്പൊ എന്തായാലും ഓരോ ആകാശത്ത് വെച്ച് ഓരോ പ്രവാചകന്മാരെ കണ്ടു. ഒന്നുകൂടി, 1ാം ആകാശത്ത് വെച്ച് ആദം നബി, 2ാം ആകാശത്ത് വെച്ച് യഹ്യ നബി, ഈസാ നബി, 3ാം ആകാശത്ത് വെച്ച് 3ാം ആകാശത്ത് വെച്ച് യൂസുഫ് നബി, 4ാം ആകാശത്ത് വെച്ച് ഇദ്രീസ് നബി, 4ാം ആകാശത്ത് വെച്ച് 5 ഹാറൂൻ നബി, 6 മൂസ നബി, 7 ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ പ്രവാചകന്മാരെ ഓരോ ആകാശത്തും നിൽക്കാനുള്ള പിന്നിലുള്ള യുക്തി എന്താണ്? പല പണ്ഡിതന്മാരും പല രൂപത്തിലും വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ചില പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുന്നത് എന്തായാലും ശരി എന്ന രൂപത്തിലല്ല, പക്ഷെ പല പണ്ഡിതന്മാരുടെ അഭിപ്രായമായിട്ട് പറയുന്ന ഒരു വിഷയമാണ്. ഇവിടെ ഒരിക്കലും പ്രവാചകന്മാരുടെ ഫളില് പരിഗണിച്ചിട്ടല്ല, ശ്രേഷ്ഠത പരിഗണിച്ചിട്ടല്ല ഇങ്ങനെ നിർത്തിയിട്ടുള്ളത്. ഓരോ പ്രവാചകന്മാർക്കുള്ള ഫളില് നോക്കിയിട്ടില്ല. കാരണം 2ാം ആകാശത്താണ് ആരെ നിർത്തിയത്? ഈസാ നബിയെ നിർത്തിയത്. എന്നാൽ 4ാം ആകാശത്ത് നിർത്തിയത് ആരെ? ഇദ്രീസ് നബിനെയാണ്. വിശുദ്ധ ഖുർആനിൽ 2 തവണ മാത്രമാണ് ഇദ്രീസ് നബിയെ പരാമർശിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പ്രവാചകന്റെയും ശ്രേഷ്ഠത നോക്കിയിട്ടല്ല അവിടെ നിർത്തിയത്. ഇനി അവിടെ നിൽക്കുന്ന പ്രവാചകന്മാർ ഇവരല്ലാത്ത വേറെയും പ്രവാചകന്മാരില്ല. വിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇവരൊന്നും ചെയ്തിട്ടില്ല. ഈ യാത്രയിൽ നബി കണ്ടിട്ടില്ല, ഈ 7 ആകാശത്ത് വെച്ച് കണ്ടിട്ടില്ല. അതേപോലെ വേദഗ്രന്ഥം നൽകപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ പരാമർശിച്ചിട്ടില്ല. ആധിപത്യം നൽകപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ പറയപ്പെട്ടിട്ടില്ല. അപ്പോ ഈ ഓരോ പ്രവാചകന്മാരെയും നിർത്തിയതിന് പിന്നിലുള്ള യുക്തി എന്താണ്? ചില പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത്. എന്നാൽ ഇവിടെ നിർത്തപ്പെട്ട പ്രവാചകന്മാരെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏതോ ഒരു നിലക്ക് ബന്ധമുള്ള ആളുകളാണ്. നബിയുടെ കടന്നുപോയതും
അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്നതുമായ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധമുള്ള ആളുകളാണ് ഈ പറയപ്പെട്ട പ്രവാചകന്മാരെല്ലാം. അപ്പൊ ഒന്നാം ആകാശത്ത് കണ്ടത് ആരെയാണ്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. അതിൽ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ഇനി വീണ്ടും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എവിടേക്ക് വരും? സ്വർഗത്തിലേക്ക് വരും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മക്കയിൽ നിന്ന് പുറത്താക്കപ്പെടും. ആ മക്കയിൽ നിന്ന് പുറത്താക്കിയാലോ വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടേക്ക് വരും? മക്കയിലേക്ക് തന്നെ വരും. അതാണ് അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത്. രണ്ടാം ആകാശത്ത് വെച്ച് ഈസാ നബിയെയും യഹ്യ നബിയെയും കണ്ടു. അതിന്റെ പിന്നിലുള്ള യുക്തിയായിട്ട് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് ഈ രണ്ട് പ്രവാചകന്മാരെയും അവരുടെ ജനത തന്നെ വധിക്കാൻ നോക്കിയിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പ്രവാചകന്റെ ജനത തന്നെ വധിക്കാൻ നോക്കും. മൂന്നാം ആകാശത്ത് വെച്ച് ആരെ കണ്ടു? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടു. യൂസുഫ് നബിയെ ആക്രമിക്കുന്നത് ആരാണ്? പൊട്ടക്കിണറ്റി കൊണ്ടുപോയി ഇടുന്നത് ആരാ? കുടുംബക്കാര്, സഹോദരന്മാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇനി പുറത്താക്കാൻ നോക്കുന്നത് ആരാ? കുടുംബക്കാരായ ആളുകളാണ്. ഇനി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോയി. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മിസ്രിൽ എത്തുന്നുണ്ട്. ആ മിസ്രിലെത്തി മിസ്രിലെ അധികാരം ആർക്ക് ലഭിക്കുന്നുണ്ട്? യൂസുഫ് നബിക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പുറത്താക്കും. പ്രവാചകൻ എവിടേക്ക് പോകും? മദീനത്തേക്ക് പോകും. മദീനത്തേക്ക് പോയിട്ട് മദീനയുടെ ആധിപത്യം ആർക്ക് ലഭിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കും. പിന്നീട് റസൂലുള്ളാഹ് വീണ്ടും തിരിച്ചു വരും. നാലാം ആകാശത്തിൽ വെച്ച് ആരെ കണ്ടു? ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടു. ഇദ്രീസ് നബി ഞാൻ പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ 2 സ്ഥലങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ പേര് പരാമർശിച്ചിട്ടുള്ളത്. ഇന്നഹു കാന സുദ്ദീഖൻ നബിയ്യ വറഫഅനാഹു മകാനൻ അലിയ്യ എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിലെ 56, 57 ആയത്തുകൾ. ഇവിടെ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ചില ഇസ്രായേലി ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും, അല്ലെങ്കിൽ ബൈബിൾ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും, ഇദ്രീസ് നബിയുടെ റൂഹ് പിടിക്കുന്നത് 4-ാം ആകാശത്ത് വെച്ചിട്ടാണ്. അതെന്തായാലും ശരി എന്നുള്ളതല്ല. ഇവിടെ എന്താണ്, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പോലെയുള്ള ആളുകൾ പറഞ്ഞു ഇത് ദഈഫാണ്, ദുർബലമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അങ്ങനെ എന്തുണ്ട്, ഒരു റിവായത്തുണ്ട്. ചില ഇസ്രായേലി ഗ്രന്ഥങ്ങളിൽ, ബൈബിൾ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും ഇങ്ങനെ ഒരു സംഭവമുണ്ട്. മഹാനായ ഇദ്രീസ് നബിയുടെ ചരിത്രം പറഞ്ഞപ്പോൾ വറഫഅനാഹു മകാനൻ അലിയ്യ എന്ന് പറയുന്ന ആയത്തിന്റെ കീഴിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പോലെയുള്ള ആളുകൾ ഈ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. ഇദ്രീസ് നബിയുടെ റൂഹ് പിടിക്കുന്നത് 4-ാം ആകാശത്ത് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് 4-ാം ആകാശത്ത് വെച്ച് ആരെ കാണുന്നത്? ഇദ്രീസ് നബിയെ കാണാനുള്ള കാരണം എന്നുള്ളതും കാണാൻ കഴിയും. 5-ാം ആകാശത്ത് വെച്ചും 6-ാം ആകാശത്ത് വെച്ചും കാണുന്നത് ആരെ? സഹോദരന്മാരെയാണ്. 5-ാം ആകാശത്ത് വെച്ച് ഹാറൂൻ നബിയെയും 6-ാം ആകാശത്ത് വെച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും കാണും. മൂസാ നബിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരുപാട് സാമ്യമുണ്ട്. നമ്മുടെ പണ്ട് വറക്കത്ത് ബിൻ നൗഫലിന്റെ സംഭവം പറഞ്ഞപ്പോൾ വറക്കത്ത് ബിൻ നൗഫലിന്റെ അരികിലേക്ക് ജിബ്രീലിനെ കണ്ട് പേടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നപ്പോൾ വറക്ക പറഞ്ഞത് എന്താ? മൂസാ നബിക്ക് ഇറക്കപ്പെട്ട അതേ മലക്കാണ് താങ്കൾക്കും ഇറങ്ങിയിട്ടുള്ളത്. ശരിക്കും വറക്ക ഏത് വിശ്വാസക്കാരനാണ്? ക്രിസ്തീയ വിശ്വാസക്കാരനാണ്. അപ്പൊ പറയേണ്ടത് എന്താ? ഈസാ നബി എന്നുള്ളതാണ്. പക്ഷെ ഈസാ നബി എന്ന് പറയാതെ പറഞ്ഞതെന്താ? മൂസാ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ഒരുപാട് സാദൃശ്യമുള്ള പ്രവാചകനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അത് അന്നത്തെ ക്ലാസ്സിൽ സുദീർഘമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ഈ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കരീമുള്ളയാണ്. അള്ളാഹുമായിട്ട് ആര് സംസാരിച്ചിട്ടുണ്ട്? മൂസാ നബി സംസാരിച്ചിട്ടുണ്ട്. ഇനി ഈ യാത്രക്കൊടുവിൽ ആര് സംസാരിക്കുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇനി ഹാറൂൻ നബിന്റെ ചരിത്രം നോക്കുമ്പോൾ ഹാറൂൻ നബി മൂസാ നബിക്ക് ആരാണ്? ഹാറൂൻ നബി ആരാണ്? സഹായിയായിട്ടാണ് വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എല്ലാ പ്രവാചകന്മാർക്കും ഓരോ വസീർ ഉണ്ടാകും. എനിക്ക് ആകാശത്തുള്ള 2 വസീറന്മാർ, സഹായികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ജിബ്രീലും മീകായിലുമാണ്. ഒന്ന് ജിബ്രീലാണ്, 2 മീകായിലാണ്. ഭൂമിയിൽ എനിക്കുള്ള സഹായികൾ എന്ന് പറഞ്ഞാൽ
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ആണെന്നുള്ളത്. ഇങ്ങനെ ഒരുപാട് സാമ്യതകൾ കാണാൻ കഴിയും. ഏഴാം ആകാശത്തിൽ വെച്ച് ആരെ കണ്ടു? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഞാൻ പറഞ്ഞു, സൃഷ്ടികരുടെ കൂട്ടത്തിൽ ഇബ്രാഹിം നബിയുമായിട്ട് ഏറ്റവും സാദൃശ്യമുള്ളതായിരിക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിലാണ് ആരുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയുള്ള ചില സാമ്യതകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്. ഇതെന്തായാലും ശരിയെന്നല്ല, ഇങ്ങനെ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞതായി കൊണ്ട് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൂടി, ഇനി ഇതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്റത്തുൽ മുൻതഹന്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. എന്താണ് സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞാൽ? അതൊരു മരമാണ്. ആ മരത്തെ കുറിച്ച് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പറഞ്ഞത്, ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അവസാനമായി ചെന്നെത്തുന്നത് എവിടെയാണ്? സിദ്റത്തുൽ മുൻതഹന്റെ ഭാഗത്താണ്. അഥവാ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമലുകൾ, നമ്മുടെ ദിക്റുകൾ എല്ലാം ഉയർത്തപ്പെടുന്നത് എവിടേക്കാണ്? സിദ്റത്തുൽ മുൻതഹന്റെ ഭാഗത്തേക്കാണ്. ആകാശത്ത് നിന്ന് ഇറക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഇറങ്ങുന്നത് എവിടെ നിന്നാണ്? സിദ്റത്തുൽ മുൻതഹന്റെ ഭാഗത്ത് നിന്നാണ് എന്നുള്ളതാണ്. ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, സിദ്റത്തുൽ മുൻതഹ ആറാമത്തെ ആകാശത്താണ്, ആറാം ആകാശത്താണെന്നുള്ളത്. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും ഏഴാം ആകാശത്താണ്. അപ്പൊ വൈരുദ്ധ്യം ഉണ്ട് അതില്. ഇമാം മുസ്ലിം എന്ന് പറഞ്ഞു ആറാം ആകാശത്താണ്, ഇമാം ബുഖാരി എന്ന് പറഞ്ഞു ഏഴാം ആകാശം. അപ്പൊ ഇതിൽ വൈരുദ്ധ്യല്ലേ? വൈരുദ്ധ്യം ഉണ്ടോ? ഇമാം നവവി റഹ്മഹുല്ലാഹ് ഇതിനെ രണ്ടിനെയും ജംഅ് ചെയ്ത് അദ്ദേഹം പറയാണ്, സിദ്റത്തുൽ മുൻതഹന്റെ തുടക്കം ആറാം ആകാശത്താണ്, അതിന്റെ അവസാനം എവിടെയാണ്? അതിന്റെ അറ്റം, അതൊരു മരം എന്ന് പറഞ്ഞില്ല, അതിന്റെ അവസാനം ഉള്ളത് ഏഴാം ആകാശത്താണ്. അപ്പൊ ഈ രണ്ട് ഹദീസിലൊന്നില്ല, വൈരുദ്ധ്യമില്ല എന്നുള്ളതാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മരത്തെ വിശദീകരിക്കുന്നുണ്ട്. ഈ സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന മരത്തിന്റെ പ്രത്യേകത എന്താണ്, ആ മരത്തിന്റെ രൂപം എന്താണെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ആ മരത്തിലെ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ നബി പറയാണ്, മിസ്ലു കിലാലിൽ ഹജർ, ഹജറിലെ ഭരണികൾ പോലെ എന്നുള്ളതാണ്. എന്താ ഹജർ എന്ന് പറഞ്ഞാൽ? യമനിലെ ഒരു നഗരമാണ് ഹജർ എന്ന് പറഞ്ഞാൽ. അതിലെ ഭരണികൾ പോലെ ആയിരിക്കും അതിലെ ഓരോ ഫലങ്ങളും. ഏതിലെ? സിദ്റത്തുൽ മുൻതഹയിലെ ഓരോ ഫലങ്ങളും ഈ ഹജറിലെ ഓരോ ഭരണികൾ പോലെ എന്നുള്ളതാണ്. അതിലെ ഇലകളെ കുറിച്ച് അദ്ദേഹം പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആനയുടെ ചെവി പോലെ. ഇത് ഞാനല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന ആ മരത്തിന്റെ ഇലകൾ എന്ന് പറഞ്ഞാൽ ആനയുടെ ചെവി പോലെ ആയിരിക്കും. ഇനി അതിന് ചുറ്റും എന്തുണ്ടാകും? വർണ്ണങ്ങൾ ഉണ്ടാകും. ആ വർണ്ണത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽവാനുൻ മാദിരി മാഹിയ, അതെങ്ങനെയാണ് വർണ്ണിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നാലോചിച്ച് നോക്കി, നബി അതിന്റെ ഫലങ്ങൾ പറഞ്ഞപ്പോ ഉദാഹരണം പറഞ്ഞു, അതിന്റെ ഇലകൾ പറഞ്ഞപ്പോ ഉദാഹരണം പറഞ്ഞു, എന്നാൽ അതിന്റെ വർണ്ണങ്ങൾ പറഞ്ഞപ്പോഴോ എനിക്കത് വർണ്ണിക്കാൻ അറിയില്ല. അപ്പൊ അത്രത്തോളം സുന്ദരമായിരിക്കും അതിന്റെ വർണ്ണങ്ങൾ. ആ മരത്തിന് ചുറ്റും ചിത്രശലഭങ്ങൾ ഉണ്ടാകും. ആ ചിത്രശലഭങ്ങളെ കുറിച്ച് നബി പറയാണ്, ഫറാശും മിൻ ദഹബിൻ, സ്വർണം കൊണ്ടുള്ള ചിത്രശലഭങ്ങളായിരിക്കും അതിന് ചുറ്റുണ്ടാകുക. അതാണ് ആ മരത്തിന്റെ പ്രത്യേകത. അത്ര സുന്ദരമാണ്. ആ ഭാഗത്ത് വെച്ചാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ നബി കാണുന്നത്. ജിബ്രീലിന്റെ യഥാർത്ഥ രൂപത്തിൽ നബി കാണുന്നത് രണ്ട് സന്ദർഭത്തിലാണ്. ഒന്ന് ഈ സിദ്റത്തുൽ മുൻതഹന്റെ ഭാഗത്ത് വെച്ച്, രണ്ട് വഹി ആദ്യമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹന്റെ ഭാഗത്ത് വെച്ച് ഇറങ്ങിയില്ലേ, ആ സമയത്തും ജിബ്രീലിന്റെ യഥാർത്ഥ രൂപം കണ്ടു. ഈ സിദ്റത്തുൽ മുൻതഹന്റെ ഭാഗത്ത് ജിബ്രീലിന്റെ രൂപം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, 600 ചിറകുകളുണ്ട്. ജിബ്രീലിന് എത്ര ചിറകുണ്ട്? 600 ചിറകുണ്ട്. പച്ച നിറത്തിലുള്ള ചിറകുകളായിരിക്കും ഉണ്ടാകുക. ഇതിനൊക്കെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്റത്തുൽ മുൻതഹന്റെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് പിന്നീട് പറയാണ്, ഫഇദാ അർബഅതു അൻഹാരിൻ, അവിടെ 4 അരുവികൾ ഉണ്ടാകും. 2 പ്രത്യക്ഷമായതും 2 പരോക്ഷമായതും, 2 ലാഹിറായതും 2 ബാത്തിനായതും. ഇങ്ങനെ രണ്ടും 4 അരുവികൾ അവിടെ ഉണ്ടാകും, 7ാം ആകാശത്ത് ഉണ്ടാകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിലെ പ്രത്യക്ഷമായ 2 അരുവികൾ എന്ന് പറഞ്ഞാൽ നൈലും യൂഫ്രട്ടീസുമാണ്. നൈൽ നദിയും
യൂഫ്രട്ടീസ് നദിയാണ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അല്ലാഹു അഅലം, നമുക്കറിയില്ല. നാളെ സ്വർഗത്തിൽ രണ്ട് പ്രത്യക്ഷമായ നദികൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏതാണ്? നൈൽ നദിയെയും യൂഫ്രട്ടീസ് നദിയാണ്. അതെന്താണ് നബി അങ്ങനെ പറയാനുള്ള കാരണം? അല്ലാഹു അഅലം, നമുക്കറിയില്ല. പിന്നെ അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് പരോക്ഷമായ രണ്ട് നദികൾ ഉണ്ടാകും. ഇതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് പിന്നീട് ഇതിനും അപ്പുറമാണ് അല്ലാഹുവിന്റെ അർശുള്ളത്. ഇതിനും അപ്പുറമാണ് അല്ലാഹുവിന്റെ അർശുള്ളത്. ആ അർശിന്റെ ഭാഗത്തേക്ക് ആർക്ക് പോകാൻ അനുവാദമില്ല? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അനുവാദമില്ല. പിന്നീട് അത് പോകുന്നത് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം. ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ആ സുന്ദരമായ സ്വർഗം, 7 ആകാശം കണ്ട്, ആ 7 ആകാശത്തിന് അപ്പുറത്ത് നിന്ന് സിദ്റത്തുൽ മുൻതഹ കണ്ട്, അതേപോലെ തന്നെ ആ സിദ്റത്തുൽ മുൻതഹന്റെ ആ ഒരു മരത്തിന്റെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായി വിശദീകരിച്ചു. അതിന്റെ വർണ്ണങ്ങൾ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല, അത്രത്തോളം സുന്ദരമാണ്. അതിലെ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ഹജറിലെ ഭരണികൾ പോലെയാണ്. അതിന്റെ ഇലകൾ എന്ന് പറഞ്ഞാൽ ആനയുടെ ചെവി പോലെയാണ്. അതിന് ചുറ്റും ചിത്രശലഭങ്ങളുണ്ട്, അത് സ്വർണം കൊണ്ടുള്ള ചിത്രശലഭങ്ങളാണ്. അങ്ങനൊക്കെ വിശദീകരിച്ച് അതിനപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് 4 അരുവികളുണ്ട്. 2 ലാഹിറും 2 ബാത്തിനും. ലാഹിറായത്, പ്രത്യക്ഷമായത് ഏതാണ്? നൈലും യൂഫ്രട്ടീസുമാണ്. അതിന് ബാത്തിനായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗീയ നദികളായിക്കൊണ്ട് പിന്നീട് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതിനുശേഷമാണ് അല്ലാഹുവിന്റെ അർശുള്ളത്. ആ അർശിലേക്ക് പോകാൻ ആർക്ക് അനുവാദമില്ല? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോകുന്നില്ല. പിന്നീട് അവിടേക്ക് പോകേണ്ടത് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തുള്ള ഒരു സൃഷ്ടിയും കാണാത്ത കാഴ്ചകൾ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് കയറിപ്പോയി. ഇൻഷാ അല്ലാഹ് പിന്നീട് നബി കാണുന്ന കാഴ്ചകൾ, അവിടെ ഉണ്ടായ സംഭവങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ആ യാത്ര കഴിഞ്ഞ് തിരിച്ച് മടങ്ങി വരുമ്പോൾ അള്ളാഹു നബിക്ക് നൽകിയ സമ്മാനം, ആ സമ്മാനം കിട്ടി മൂസാ നബിയെ കണ്ട് വീണ്ടും തിരിച്ചു പോയത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ് യാത്രയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ മിഅ്റാജ് യാത്രയിൽ ഖുബ്ബത്തു സുഹറന്റെ ഭാഗത്ത് നിന്ന് ആകാശത്തേക്ക് ഉയർന്ന് 1-ാം ആകാശത്ത് ആദം നബിയെയും, 2-ാം ആകാശത്ത് ഈസാ നബിയെയും, യഹ്യാ നബിയെയും, 3-ാം ആകാശത്ത് യൂസുഫ് നബിയെയും, 4-ാം ആകാശത്ത് ഇദ്രീസ് നബിയെയും, 5-ാം ആകാശത്ത് ഹാറൂൻ നബിയെയും, 6-ാം ആകാശത്ത് മൂസാ നബിയെയും, 7-ാം ആകാശത്ത് ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കണ്ടു. അതിനപ്പുറം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ട സമയത്ത് ബൈത്തുൽ മഅ്മൂർ മലക്കുകൾ വന്ന്, മലക്കുകളുടെ കഅബാലയമായ മലക്കുകൾ വന്ന് ആരാധന കർമ്മം ചെയ്യുന്ന, ഓരോ ദിവസവും 70,000 മലക്ക് വരുന്ന ബൈത്തുൽ മഅ്മൂർ കണ്ട്, അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്റത്തുൽ മുൻതഹ കണ്ടു, 4 അരുവികൾ കണ്ടു. അതിനും അപ്പുറമാണ് അല്ലാഹുവിന്റെ അർശുള്ളത്. ഒരു സൃഷ്ടിയും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അല്ലാഹുവിന്റെ അർശ് കാണാൻ, അല്ലെങ്കിൽ ആ ഒരു ഭാഗം കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് ഭാഗ്യം ലഭിച്ചത്. ജിബ്രീൽ പോലും പിന്നീട് എന്ത് ചെയ്യണില്ല, അപ്പുറത്തേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടതും, സ്വർഗ്ഗം കണ്ടതും, നരകം കണ്ടതും, അതിലെ ശിക്ഷകളൊക്കെ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള വിഷയങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. റഹ്മാനായ റബ്ബ് ദീൻ അധികമായി പഠിക്കാനും പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അവൻ പുറത്ത് മാപ്പാക്കി തിരുമാറാകട്ടെ. നമ്മളിൽ മരണപ്പെട്ടവരുടെ കബറിടം അവൻ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളെയും നമ്മളെ കൂട്ടത്തിൽ മരണപ്പെട്ട ആളുകളെയും നാളെ അല്ലാഹുവിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അല്ലാഹുവിനെ കാണുന്ന ഭാഗ്യവാന്മാരായ ആ ഒരു കൂട്ടത്തിലും അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.